പക്ഷെ ഇതൊന്നുമല്ല നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. നമസ്കാരം. ഒരു കാര്യം ഞാൻ വ്യക്തമായും സ്പഷ്ടമായും പറയട്ടെ. നിങ്ങൾ കാണുന്ന ഞാനില്ലേ, ഈ ഞാനല്ല ഞാൻ. യഥാർത്ഥത്തിൽ ഞാൻ കാണുന്ന ഞാനാണ് യഥാർത്ഥ ഞാൻ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന നിങ്ങളില്ലേ, അതല്ല യഥാർത്ഥ നിങ്ങൾ. ഞാൻ കാണുന്ന നിങ്ങളാണ് യഥാർത്ഥ നിങ്ങൾ. ക്ലിയർ ആയില്ലേ? ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറയട്ടെ. പറ ചേച്ചി. ഇപ്പോൾ ഞാൻ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സന്ദർശിച്ചു, വിശ്വസിച്ചു. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി സന്ദർശിച്ചു. അതിനൊരു കാരണമുണ്ട്. കാരണമൊക്കെ പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലായോ? ഏതെങ്കിലും ആശുപത്രികൾ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്നുണ്ടോ? ഇടിഞ്ഞു വീണ് കിടക്കുന്ന ആശുപത്രികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ? ഏതെങ്കിലും ഡോക്ടർമാർ നമ്മുടെ സർക്കാരിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ അവരാരൊക്കെയാണ്? അവരുടെ കറക്റ്റ് ലിസ്റ്റ് തയ്യാറാക്കണം. പിന്നെ നമുക്ക് വേണ്ടി ചുവരെഴുത്ത് നടത്തുകയും വാഴ്ത്തിപ്പാടുകയും കാല് നക്കുകയും ചെയ്യുന്ന സ്റ്റാഫുകൾ ഏതൊക്കെയാണ്? അവരെ പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ പ്രത്യേക വീഡിയോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ക്യാമറാമാൻമാരെയും കൂട്ടിപ്പോയി ഒരു മിന്നൽ പരിശോധനയൊക്കെ നമ്മൾ നടത്താറുണ്ടല്ലോ. ആ വക കാര്യങ്ങൾക്ക് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി സന്ദർശനം നടത്താറുണ്ട്. അല്ലാതെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചി സർക്കാർ ആശുപത്രികൾ സന്ദർശിക്കാറില്ല. ബാക്കി യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് ചെന്ന് കാണുമ്പോഴാണ് ഇന്ന പ്രശ്നമുണ്ട്. മഹാത്മാവാണെന്ന് ഈയിടെ കണ്ട ഒരു ഇന്റർവ്യൂ കൂടെ ഞങ്ങൾക്ക് മനസ്സിലായായിരുന്നു. ഇത്രയും ആരാധന ഞങ്ങളിൽ കൂട്ടുന്ന വിധത്തിലുള്ള അനുഭവങ്ങളൊന്നും പറയാതെ ചേച്ചി. അതായത് സ്ക്രീനിൽ കണ്ടാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്ക്രീനിലൂടെയല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. അതുപോരാ, നേരിട്ട് ചെന്ന് തൊട്ടറിയണം അവരുടെ പ്രശ്നങ്ങൾ. അവരുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കണം. എന്നിട്ട് കണ്ണ് ചൂഴ്ന്ന് എത്ര കണ്ണുനീരിന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ണുനീർ ഗ്രന്ഥി പരിശോധിക്കണം. കുറച്ച് കണ്ണുനീരേ വരാൻ സാധ്യതയുള്ളൂ എങ്കിൽ കണ്ണുനീര് കൂട്ടുന്നതിനാവശ്യമായ ചികിത്സ ലഭ്യമാക്കണം. ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി ചേച്ചി ഇറങ്ങിത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. മുന്നിൽ വരുന്ന സ്ക്രീനിൽ ഈ ആശുപത്രിയുടെ പണം കണ്ടിട്ട് പറയണം, ആ ചിത്രം അവിടെ വെച്ചിട്ട് പറയും, ഇവിടെ ഇങ്ങനെയാണ്, അവിടെയാണ്, എല്ലാം നല്ലതാണ് എന്ന് പറയും. അതായത് ആത്മാർത്ഥത എത്രത്തോളം കുമിഞ്ഞു കൂടി ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നു, മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയാനാണ് ചേച്ചി ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് എന്താണ് പറയാനുള്ളത് കേട്ടോ? ആരോഗ്യ പ്രവർത്തകർക്കും അവർക്ക് ജോലി ചെയ്യാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പ്രവർത്തകർക്കോ ആശാ പ്രവർത്തകർക്കോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ എൻ്റെ വീടിന് മുന്നിൽ വന്ന് കിടന്ന് സമരം ചെയ്യുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ പോകുക എന്നുള്ളത് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ അങ്ങനെ മുഴുവൻ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രി സന്ദർശിച്ചപ്പോൾ സുൽത്താൻ ബത്തേരി വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ പ്രധാന അനുഭവത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും പിടിച്ചിരുന്നോണം. ഞാൻ ഏതോ ഒരു വാർഡിൽ പോയി സന്ദർശനം നടത്തുമ്പോൾ ഒരാൾ എല്ലാവർക്കും കാണും ഒരാൾ. ഇത് നമ്മുടെ മുഖ്യദാസൻ മോഡലിലെ അനുഭവമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഏതായാലും ബാക്കി കേട്ടിട്ട് പറയാം. വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പരാതി ആവാം. സ്വാഭാവികം. എന്തെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പറയുകയാണെങ്കിൽ അത് പരാതി ആകാനല്ലേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പരാതി ആയിരിക്കുമെന്ന് വിചാരിച്ചു. സത്യങ്ങൾ ഇങ്ങനെ പുറന്തള്ളരുതേ. ഞാൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കേട്ട ഒരു ചിത്രമല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് നിന്നപ്പോൾ ഞാൻ കണ്ടത്. നമ്മൾ ടി വി കൂടെയും ഫോണിൽ കൂടെയും സ്ക്രീനിൽ കൂടെയും കാണുന്ന ആളല്ല. നേരിട്ട് കണ്ടപ്പോൾ ഈ ടി വിയിലും സ്ക്രീനിലും ഒന്നും കാണുന്ന അത്രയും പുട്ടി ഇല്ല എന്നാണോ, ഉണ്ട് എന്നാണോ, എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഈ വാർഡിലൂടെ പോകുമ്പോഴും ഈ ആശുപത്രി സന്ദർശിക്കുമ്പോഴും നിങ്ങളുടെ ഈ പ്രവർത്തനവും രീതിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ശരി. ആ ഒരാൾ ഈ ക്യാമറകളുടെ കൂടെ, ഈ മാധ്യമങ്ങളുടെ കൂടെ, മന്ത്രിയുടെ കൂടെ, മന്ത്രിയുടെ സുരക്ഷാ സേനയുടെ കൂടെ മന്ത്രി അറിയാതെ നിഴല് പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു അല്ലേ? മന്ത്രി എന്നാലും എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അങ്ങ് ദൂരെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് കറുത്ത തുണി കണ്ട ഉടനെ നമ്മൾ വെടല് തൂക്കുമല്ലോ ഓടിച്ച്. എന്നിട്ടും ഇത് മന്ത്രി കാണാതെ പോയി. എന്നിട്ട് ആ ഒരാൾ എന്താ പറഞ്ഞത്? ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അല്ല ശരി എന്നെനിക്ക് മനസ്സിലായി. അത് നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ട്, നിങ്ങൾ കണ്ടാൽ ചിരിക്കില്ല, നിങ്ങൾ വർത്താനം പറയില്ല, നിങ്ങൾ ഭയങ്കര ധിക്കാരിയാണ്. ഇത്രയും സത്യങ്ങളൊക്കെ അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞു. എങ്കിൽ ആ ഒരാൾ ആരാണെന്ന് ഞങ്ങളോടൊന്ന് പറയണേ. ഒരു കോഴി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനാ എന്നൊക്കെ ഉള്ളൊരു ചിത്രമാണല്ലോ. പക്ഷെ ഇതൊന്നുമല്ല നിങ്ങൾ എന്നുള്ളത്
ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളീ കാണുന്ന ഞാനല്ല ഞാൻ കാണുന്ന ഞാനാണ് യഥാർത്ഥ ഞാനെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് തുടക്കത്തിലെ. നമ്മൾ ഈ കാണുന്ന ആളൊന്നും അല്ല. നമ്മൾ വിചാരിക്കുന്ന ആള് മറ്റാരോ ആണ്. യഥാർത്ഥ ആള് വേറെ എങ്ങോ കിടക്കുകയാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനല്ലേ? അങ്ങനെ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ട്, നിങ്ങൾ കണ്ടാൽ ചിരിക്കില്ല, നിങ്ങൾ വർത്താനം പറയില്ല, നിങ്ങൾ ഭയങ്കര ധിക്കാരിയാണ്. അഹങ്കാരമോ ധാർഷ്ട്യമോ മറ്റുള്ളവരോട് സഹതാപമില്ലായ്മയോ ഒന്നും വീണ ചേച്ചിയുടെ കയ്യിലില്ല എന്ന് നമ്മളെല്ലാം പല സംഭവങ്ങളിലൂടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമല്ലേ. ഇത് കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് ബോധ്യപ്പെടാനുണ്ടെങ്കിൽ നേരിട്ട് ചെല്ലുക തന്നെ വേണം, തൊട്ടറിയുക തന്നെ വേണം, അനുഭവിച്ചറിയുക തന്നെ വേണം വീണ ചേച്ചിയുടെ ആ ഉള്ളിലെ നമ്മളറിയാത്ത വീണ ചേച്ചിയെ. സ്വന്തമായിട്ടുണ്ടാകുന്ന ഒരു ഇമോഷനാണത് ഞാൻ കരുതുന്നു. പക്ഷെ അതൊരു ജെനുവിൻ എക്സ്പ്രഷൻ. ഇങ്ങനെയുള്ള ജെനുവിൻ എക്സ്പ്രഷനുകൾ ഈ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നടത്തുന്ന മലയാളികൾ ഏതാ? ചിലരൊക്കെ വിദേശത്തു നിന്ന് വന്ന് കിടന്ന് ജെനുവിനായിട്ടുള്ള എക്സ്പ്രഷനുകൾ ഇട്ട് മെഴുകുന്നു. ഇതൊക്കെ നിങ്ങൾ തള്ളി മറിക്കുന്നു. ഞങ്ങളാരും ഇതൊന്നും നേരിട്ട് കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസവും ഒരാളുടെ വീടിൻ്റെ പരിസരത്ത് ചക്ക വീഴുന്നത് തടയാൻ വേണ്ടിയിട്ട് കുറേയേറെ അപേക്ഷകൾ നൽകി ഒന്നിനും പരിഹാരമില്ലാതെ ഒരു സ്ത്രീ 2 മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം തടയുന്ന ഒരു കാഴ്ച കണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളെ ജനങ്ങൾ തടയുന്നതും കൂക്കി വിളിക്കുന്നതും നിങ്ങളെ പരിഹസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളല്ലോ. അല്ലാതെ നിങ്ങളുടെ ഈ സൽസ്വഭാവത്തെ പുകഴ്ത്തുന്നതും നിങ്ങൾക്ക് വേണ്ടി 50 ഗ്രൂപ്പുകളിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് ഞാൻ ഷെയർ ചെയ്തേക്കാം, അപ്പോൾ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നല്ല വാർത്ത എനിക്ക് കേൾക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള മെസ്സേജുകളുമായിട്ടൊക്കെ ആളുകൾ ഇറങ്ങി തിരിക്കുന്നുണ്ടെന്നൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ, ഞങ്ങൾ അറിയുന്നില്ലല്ലോ ചേച്ചി. ഞാൻ 50 ഗ്രൂപ്പിൽ അംഗമാണ്. ഞാൻ 50 ഗ്രൂപ്പിലും ഇന്ന് വിടാൻ പോവുകയാണ്. ഇനിയെങ്കിലും ഈ സ്വയം തള്ളൽ പരിപാടിയില്ലേ, അത് നിർത്ത്. ഇത് എത്ര നാൾ മുമ്പുള്ള ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സ്വയം തള്ളിയാണ് കപ്പലിനെ ഇത്രയും ഏടാകൂടത്തി ചേച്ചി ഉൾപ്പെടെയുള്ളവർ കൊണ്ട് എത്തിച്ചത്. മെയ് 4 വരെങ്കിലും ഒന്നിനി അടങ്ങ്. അപ്പം ചേച്ചി ഇനി ചേച്ചിയുടെ ഉള്ളിലെ ചേച്ചിയെ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അക്കാര്യം മീഡിയ വഴി പൊതുജനങ്ങളെ ഒന്ന് അറിയിച്ചേക്കണം. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് കാണാമല്ലോ. വല്ലപ്പോഴും വല്ലയിടത്തുമൊക്കെ വെച്ച് നേരിട്ട് കാണുന്നവർക്ക് മാത്രം ഇങ്ങനെ അറിഞ്ഞാൽ പോരല്ലോ എന്താണ് യഥാർത്ഥ ചേച്ചിയെന്ന്. ഞങ്ങൾക്കും അറിയണമല്ലോ. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ.